ഹായ് ഫ്രണ്ട്സ്, ശിങ്കന്മയുടെ പുതിയ വീഡിയോയിൽ ഓണം സ്പെഷ്യലായിട്ട് ഒരു അവിയൽ എങ്ങനെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഏത് വെജിറ്റബിൾ വേണമെങ്കിലും എടുക്കാം. അതൊക്കെ നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ചിട്ട്. ഇപ്പം ഇവിടെ ഉണ്ടായിരുന്ന മെയിനായിട്ട് നമ്മുടെ സദ്യയിലൊക്കെയുള്ള അവിയലിൽ കാണുന്ന വെജിറ്റബിളാണ് എടുത്തിട്ടുള്ളത്. കുമ്പളങ്ങ, കായ, ചേന, മുരിങ്ങക്കായ, ക്യാരറ്റ്, വഴുതനങ്ങ, സവോള. ഇനിയിപ്പോൾ ഇതെല്ലാതും നമ്മൾ ഈ അവിയലിലേക്ക് എടുക്കുന്നില്ല. കാരണം ഇവിടെ ഞങ്ങൾ 2 പേര് 3 പേര് ഉള്ളൊരു ഫാമിലി ആയതുകൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള എടുക്കാം. ഇനി നമ്മളൊരു സദ്യയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് വെജിറ്റബിൾസിൻ്റെ അളവ് കൂട്ടാം. അപ്പം ആദ്യം തന്നെ മുരിങ്ങക്കായാണ് കട്ട് ചെയ്യുന്നത്. അതെ, ഈ ഒരു സൈസിൽ നമുക്ക് മുരിങ്ങക്കായ കട്ട് ചെയ്ത് തരാം. അപ്പോൾ നമുക്ക് ഇതേ ഒരു പരുവത്തിൽ എല്ലാതും ഒന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ എല്ലാ വെജിറ്റബിളും നമുക്കറിയാം, അവിയലിലാണെങ്കിൽ കുറച്ച് വലുപ്പത്തിലായിരിക്കും കഷ്ണങ്ങൾ കിടക്കുക. അപ്പോൾ അതേ ഒരു സൈസിൽ നമുക്ക് എല്ലാതും ഒന്ന് മുറിച്ചെടുക്കാം. അങ്ങനെ എല്ലാ വെജിറ്റബിളും നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞു, ഇത് നമ്മൾ കുക്കറിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ കുക്കറിൽ തയ്യാറാക്കിയെടുക്കുമ്പോൾ വേഗം തന്നെ വെന്ത് കിട്ടും. മറ്റേതാണെങ്കിൽ നമുക്ക് കുറച്ച് നേരം പിടിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ടാണ് ഞാൻ കുക്കറിൽ ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു പച്ചമുളക് ഒന്ന് മുറിച്ചിടുന്നുണ്ട്. പിന്നെ കറിവേപ്പില, ഇത്രയും കറിവേപ്പില ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയും ഇഞ്ചി, ചിലർ ഇഞ്ചി ആഡ് ചെയ്യാറില്ല. ഞാൻ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 2 അല്ലി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ചിലർ വെളുത്തുള്ളിയും ഇഞ്ചിയൊന്നും ആഡ് ചെയ്യാറില്ല. എന്നാലും നമ്മുടെ കറിയിൽ നമ്മൾ ഇത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ വെളുത്തുള്ളി ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർക്കണം. അപ്പം മുളക് പൊടി, ഇതൊരു 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ, അതായത് നമ്മുടെ പച്ച വെളിച്ചെണ്ണ ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് മുന്നേ, ഇത് വേവിച്ചെടുക്കണേക്കാളും മുന്നേ ഒന്ന് ആഡ് ചെയ്തിട്ട് ഇതിനെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുത്താലുണ്ടല്ലോ അതിൻ്റെ ടേസ്റ്റിന് ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഈ പൊടികളും ഇതൊക്കെ ഇട്ടിട്ട് ഈ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതൊക്കെ ഒന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം എല്ലാ വെജിറ്റബിളിലും പിടിക്കത്തക്ക രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. അപ്പം ഞാനിവിടെ ഒരു ചെറിയൊരു കപ്പ് കൊണ്ട്, ഈ ഒരു കപ്പ് കൊണ്ട് ഞാൻ 1 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് വെള്ളത്തിൽ 1 വിസിൽ മതി. അപ്പോൾ ഇത് വെന്ത് കിട്ടും. ഇതിലേക്ക് നമുക്ക് അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു 1/2 കപ്പ് നാളികേരം എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ചെറുള്ളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, 1 പച്ചമുളക്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം. ഇത് നമ്മുടെ ചെറിയ ജീരകമാണ്, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില, ഒരു 3-4 ഇല കറിവേപ്പിലയുടെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ കറിവേപ്പിലയൊക്കെ ഒരു രുചി എന്ന് പറയുന്ന ഒരു പ്രത്യേകതയായിരിക്കും. അപ്പോൾ ഇതൊക്കെ അരച്ചെടുക്കുമ്പോൾ നമ്മുടെ അവിയലിൻ്റെ ടേസ്റ്റ് കൂടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിൽ ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കണം. പിന്നെ ഇത് എന്താ പറയുക, ഫൈൻ പേസ്റ്റ് രൂപത്തിലൊന്നും അരച്ചണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുക, അത്രയും മതി. അവിയലിലാണെങ്കിൽ ഇപ്പം നാളികേരമൊക്കെ ഒന്ന് കടിക്കത്തക്ക രീതിയിലായിരിക്കും നമ്മുടെ അവിയൽ കഴിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി നമ്മുടെ ഇടിക്കല്ലുണ്ടെങ്കിൽ അതിലൊന്ന് ചതച്ചെടുത്താലും കുഴപ്പമില്ല. അങ്ങനെ നമ്മുടെ അരപ്പൊക്കെ ഇവിടെ ജസ്റ്റ് ഒന്ന് ഞാനിവിടെ ക്രഷ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഞാനവിടെ വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അവിയൽ തയ്യാറാക്കാനായിട്ട് ഇതേപോലത്തെ ഒരു പാത്രം സ്റ്റൗവും വയ്ക്കാം. വെജിറ്റബിൾസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഈ വെള്ളം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി വെള്ളം വേണ്ടാത്തവർക്കാണെങ്കിൽ ആ കഷ്ണം മാത്രം എടുത്തിട്ട് അതിലേക്ക് അരപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാവും. അപ്പോൾ അതിനെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല എന്താ പറയുക, സെപ്പറേറ്റ് ആയിട്ട് വെജിറ്റബിൾസ് ഇരിക്കും. ഞാനിതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കുറുകി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇത്തിരി വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ആ വെള്ളം ഒന്ന് ജസ്റ്റ് ഞാൻ ആ വെജിറ്റബിളൊക്കെ ഒന്ന് നീക്കിയിട്ട് ആ വെള്ളം മാത്രമായിട്ടൊന്ന് വറ്റിച്ചെടുക്കുകയാണ്, കുറച്ചൊന്ന് കുറയാൻ വേണ്ടിയിട്ട് മാത്രം.
ഇനി വെള്ളം വേണ്ടാത്തവരാണെങ്കിൽ ഇത് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നോക്കിയാൽ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ നിങ്ങൾക്ക് കണ്ടറിയാം, ഇത്രയും കുറവ് വെള്ളം ആഡ് ചെയ്യുമ്പോൾ ഇത് വെന്തുടയണമൊന്നുമില്ല, കറക്റ്റായിട്ട് തന്നെ ഇരിക്കും, കറക്റ്റ് പരുവത്തിൽ തന്നെ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തൈര് ആഡ് ചെയ്ത് കൊടുക്കണം. കറിയിൽ എപ്പോഴും കുറച്ച് പുളിക്ക് വേണ്ടിയിട്ട് കുറച്ച് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അല്ലാത്തവരാണ് മാങ്ങയൊക്കെ ഉള്ള സമയമാണെങ്കിൽ നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇത്തിരി ഒരു 3 ടീസ്പൂൺ തൈരാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഈ തൈരും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിനെ നമുക്കൊന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം ഇത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആവത്തക്ക രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഈ തൈരൊക്കെ ഒഴിച്ചിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന, നേരത്തെ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ, ആ അരപ്പൊന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തേക്ക് എത്തക്കത്ത രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ തീരും, വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണല്ലേ. നോക്കിയേ. അപ്പോൾ ഇതും കൂടി ഇട്ടത് ശേഷം ഇതിനെ നല്ലവണ്ണം ഒന്ന് എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഞാനിതിൽ ഉപ്പൊക്കെ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്കൊന്ന് ഇതേപോലെ ഒന്ന് എല്ലാവിടേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒരു മൂടി വെച്ചിട്ടൊന്ന് അടച്ചു വെച്ച് ഒരു 10-15 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമുക്കൊന്ന് ഇത് ഭക്ഷണം കഴിക്കുന്ന നേരത്ത് ഉപയോഗിച്ചാൽ മതി. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള അവിയൽ ലഭിക്കുന്നതാണ്. നമ്മുടെ സദ്യ സ്റ്റൈലുള്ള അവിയലാണിത്. അപ്പോൾ ഓണം വരാനായിട്ട് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട്, അതായത് വളരെ എളുപ്പത്തിൽ തന്നെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അവിയലാണിത്. അപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഓണായതുകൊണ്ട് നമുക്ക് കുറേ കറികൾ സദ്യക്ക് ഉണ്ടാക്കും. അപ്പോൾ നമുക്ക് ടൈം ഉണ്ടാവില്ല. അപ്പം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ടൈം ലാഭിക്കാൻ പറ്റും. കറി നല്ല സ്വാദിഷ്ടമായിട്ടുള്ള അവിയലും തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.